തമിഴ് സിനിമയിലെ ചക്രവർത്തിയായി വാഴുന്ന വിജയിയുടെ ജീവിതം ഒരു സിനിമയേക്കാൾ നാടകീയമായ വഴിത്തിരിവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട അണ്ണ എന്നതിൽ നിന്ന് തമിഴകത്തിൻ്റെ രാഷ്ട്രീയ നായകനായി മാറാനുള്ള തയ്യാറെടുപ്പിനിടെ ആരാധകരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹമോചന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനു പിന്നാലെ ഉയർന്നുവരുന്നത് കുടുംബപരമായ തർക്കങ്ങളും വിവാഹമോചന കാരണങ്ങളുമൊക്കെയാണ്. വിജയിയുടെ വളർച്ചയിൽ നിഴലുപോലെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു ഭാര്യ സംഗീത സ്വർണലിംഗം. വിദേശത്ത് ജനിച്ച് അവിടെ പഠിച്ചു വളർന്നവൾ. 1996 വിജയിയുടെ കടുത്ത ആരാധികയായി സംഗീത മാറി. തുടർന്ന് വിജയിയെ കാണുവാൻ ലണ്ടനിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിയ പെൺകുട്ടിയായിരുന്നു അവൾ. വിജയിയുടെ പൂവേ ഉനക്കാകെ എന്ന ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട സംഗീത തൻ്റെ ആരാധ്യ പുരുഷനെ നേരിൽ കാണുവാൻ വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് പറന്നെത്തിയത്. അതും 1996 കാലത്ത്. ആ കണ്ടുമുട്ടൽ പിന്നീട് പ്രണയത്തിലേക്കും 1999 വിവാഹത്തിലേക്കും എത്തിച്ചു. ലണ്ടനിൽ ക്രിസ്തീയ ആചാരപ്രകാരവും ചെന്നൈയിൽ ഹൈന്ദവ ആചാരപ്രകാരവും നടന്ന ആ വിവാഹം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വലിയ ഒരാഘോഷം തന്നെയായിരുന്നു. ബ്രിട്ടീഷ് പൗരത്വമുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അവകാശിയായ സംഗീത വിവാഹശേഷം വിജയിയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുകയായിരുന്നു. ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 മക്കളോടൊപ്പം സന്തോഷകരമായ ദാമ്പത്യം നയിക്കുകയായിരുന്നു ഇവർ. വിജയിയുടെ 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗോസിപ്പ് കോളങ്ങളിൽ അദ്ദേഹം ഇടം പിടിച്ചിരുന്നില്ല. കാരണം കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് വിജയ് അറിയപ്പെട്ടിരുന്നത്. ഭാര്യയോടും മക്കളോടും അത്രയേറെ സ്നേഹത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിജയും സംഗീതയും തമ്മിൽ അകൽച്ചയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വിജയ് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ കോടതിയിലേക്കും എത്തിയിരിക്കുന്നത്. വിജയിയുടെ സഹപ്രവർത്തകയായ ഒരു നടിയുമായി അദ്ദേഹത്തിനുള്ള ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി തങ്ങൾ അകന്നാണ് കഴിയുന്നതെന്നും വിജയ് നടിയുമായി വിദേശയാത്രകൾ നടത്തുന്നതും സോഷ്യൽ മീഡിയയിൽ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കപ്പെടുന്നതും തന്നെ മാനസികമായി ഏറെ തളർത്തിയെന്നും സംഗീത വ്യക്തമാക്കുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് വിജയ് തയ്യാറാകാത്തതിനാൽ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ സമീപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 400 കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യമുള്ള സംഗീത ഇനി മക്കൾക്കൊപ്പമുള്ള സമാധാനപരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഭർത്താവിൻ്റെ രാഷ്ട്രീയമോ പ്രശസ്തിയോ തനിക്ക് വേണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. വിജയിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു സമയം കൂടിയാണ്. രജനീകാന്തും കമൽഹാസനുമെല്ലാം പയറ്റി പരാജയപ്പെട്ട രാഷ്ട്രീയ ഭൂമിയിൽ വിജയ് തൻ്റെ കരുത്ത് തെളിയിക്കുവാൻ ഒരുങ്ങുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. എന്നാൽ വ്യക്തിജീവിതത്തിലെ ഈ കരിനിഴൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. വിജയിയുടെ കാര്യത്തിൽ ഭാര്യ നേരിട്ട് കോടതിയെ സമീപിച്ചത് തന്നെയാണ് സ്ഥിതി സങ്കീർണമാക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.